ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഡെഡ്പൂൾ സീരീസിലത്തെ മൂന്നാമത്തെ സിനിമയാണ്. അതിൽ വോൾവറിൻ വന്നിരിക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഈ സിനിമയുടെ ടോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ ഒരു സർക്കാസ്റ്റിക് വേ ഓഫ് അപ്രോച്ച്, സെൽഫ് ഡെപ്ലിക്കേറ്റിംഗ് ഹ്യൂമർ, കുറെ റെഫറൻസുകൾ, ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് നമ്മളോട് ഡെഡ്പൂൾ സംസാരിക്കുന്ന പരിപാടി, അതൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നൊരു കാര്യമുള്ളത്, എക്സ്മെൻ സീരീസ്, അവഞ്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കാര്യമായിട്ട് ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ വോൾവറിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. ലോഗൻ എന്ന് പറഞ്ഞ സിനിമ പറ്റുകയാണെങ്കിൽ കാണുക, ഹോട്ട്സ്റ്റാറിലുണ്ട്. കണ്ട് അതിൽ ലോഗൻ, അതായത് വോൾവറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോക്കി എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് ഹോട്ട്സ്റ്റാറിൽ, 2 സീസണാണ്. അതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഈ സിനിമ കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതിന് സഹായിക്കും. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു ഫണ്ണിന് വേണ്ടി പോയാലും ഈ സിനിമ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു ലോഡ് റെഫറൻസുകളുണ്ട്, ഒരു ലോഡ് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വരുന്നൊരു ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ല് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിനിമ അത് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണം കാണുന്നവർ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അതില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാം. അത്രയും നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. വളരെ ഫണ്ണാണ്. ഫൺ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫൺ. ഡെഡ്പൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണെന്നറിയാം, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള, അതായത് സ്വന്തം തല അറ്റുപോകുന്ന അറിഞ്ഞാൽ പോലും ആ സമയത്ത് പോലും ചളിയും കോമഡിയും സർക്കാസൊക്കെ അടിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വായ മൂടാത്ത ക്യാരക്ടറാണ്. വോൾവറിൻ അങ്ങനെയല്ല, ആളധികം സംസാരിക്കില്ല. ഫുൾ ആളുടെ ആക്ഷൻസിലൂടെയാണ് ആളുടെ കാര്യങ്ങൾ. അപ്പൊ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ്, ഈ 2 ക്യാരക്ടേഴ്സും ശരിക്കും കോമിക്സിൽ ആർച്ച് റൈവൽസ് ആണ്, വൻ ശത്രുക്കളാണ്. അവരെ ഒരുമിച്ച് ഒരു സിനിമയിൽ കൊണ്ടുവന്ന് ഒരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ത്രൂ ഔട്ട് മൂവിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭംഗിയിൽ എഴുതണം. അപ്പോൾ ഇതിന്റെ റൈറ്റേഴ്സിന്, എഴുത്തുകാർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഉണ്ട്. ഇതിൽ റയാൻ റെയ്നോൾഡ്സ്, അതായത് ഡെഡ്പൂളായിട്ട് അഭിനയിക്കുന്ന ആ നടൻ, മൂപ്പര് ഈ സിനിമയുടെ വൺ ഓഫ് ദ റൈറ്റേഴ്സ് ആണ്. അതിന്റെ ഗുണം ഈ സിനിമയിൽ നിങ്ങൾക്ക് എന്തായാലും കാണാം. പിന്നെ കോമിക്സ് നോക്കിയാൽ അറിയാം, ഈ വോൾവറിൻ ഒരു മഞ്ഞ സ്യൂട്ടിട്ടുള്ള ഒരു വേഷമാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ 20 കൊല്ലം ഹ്യൂഗ് ജാക്ക്മാൻ വോൾവറിനായിട്ട് അഭിനയിച്ചിട്ട് ഒരു തവണ പോലും ആ മഞ്ഞ സ്യൂട്ട് ഇട്ടിട്ടില്ല. ഈ സിനിമയിൽ വോൾവറിൻ മഞ്ഞ സ്യൂട്ടിലാണ് വരണത്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ആ മഞ്ഞ സ്യൂട്ടിലെ ആള് വന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണത്, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഒരു രോമാഞ്ചം വരും. ആ ലെവലിലാണ് അതിന്റെ ആ സ്യൂട്ടിന്റെ നിർമ്മാണവും അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തേക്കണതും. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഫസ്റ്റ് ഡെഡ്പൂൾ പടം പോലെയല്ലായിരുന്നു ഡെഡ്പൂൾ 2. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ അതിന്റെയും മുകളിലാണ്. അതായത് ഇതിന്റെ സ്കെയിൽ വർദ്ധിച്ചിട്ടുണ്ട്, അതിന്റെ ബഡ്ജറ്റ് വർദ്ധിച്ചിട്ടുണ്ട്, ഈ സിനിമയുടെ സാധ്യതകളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് ഈ സിനിമയുടെ ഞാൻ എടുത്ത് പറയണില്ല, എല്ലാം കൊണ്ടും ടോപ്പ് നോച്ചാണ്. VFX ആയാലും CGI അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഡെഡ്പൂളിന്റെ ഫൈറ്റ്സ് മാത്രമല്ല, വോൾവറിന്റെ ഫൈറ്റ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള ഫൈറ്റ്സ് വേറെയുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആൻഡ് അതിന്റെ മേക്കപ്പ് ഒക്കെ ഒരു രക്ഷയില്ല. ഞാൻ ഈ സിനിമയെ കുറിച്ച് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് എല്ലാത്തിലേക്കും ഞാൻ കടക്കണില്ല. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്ര ലെജൻഡറി ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് സിനിമയിൽ വന്ന് എല്ലാ കാലവും നമ്മൾക്ക് ഓർത്തെടുക്കാൻ പാകത്തിലുള്ള ഒരു ഗംഭീര കഥ അല്ലെങ്കിൽ ഒരു ഗംഭീര വില്ലൻ, ആ ഒരു ലെവൽ ഓഫ് സെറ്റപ്പ് അല്ല ഈ സിനിമയുടെ കഥ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു ഡെഡ്പൂൾ സിനിമയാണ്. ഈ ഡെഡ്പൂൾ സിനിമയുടെ ടോണാണ് ഈ പടത്തിന് മൊത്തത്തിലുള്ളത്. ഇത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഓർത്ത് വെക്കാനുള്ള അന്യായ ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു മൈൻഡിലൂടെ പോണ്ട. തിയേറ്ററിൽ പോയിട്ട് സൂപ്പർ ഫണ്ണായി ചില്ല് ചെയ്ത് ആർത്തുല്ലസിക്കണം എന്നൊരു മൂഡിൽ മാത്രമേ ഈ സിനിമ കാണാൻ പോകാവൂ. പിന്നെ തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാ. ഞാനിവിടെ ചെന്നൈയിൽ എന്താ പറയാ, ഒരു സൂപ്പർ മാസ് ആക്ഷൻ ഹീറോ സിനിമ കാണുന്ന ആ മൂഡ് ഉണ്ടല്ലോ, തിയേറ്ററിനെ ഇറപ്റ്റ് ആവാണ്. ഓരോ സീനിൽ ഇവന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓളിയും ബഹളവും സബ് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രം ഡയലോഗ് വായിച്ച് മനസ്സിലാക്കിയത് ഞാൻ. കാരണം ഇവന്മാരുടെ ഒളികാരൊന്നും കേൾക്കില്ല. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ സിനിമ കണ്ടത്. അങ്ങനെ കാണണം ഈ പടം, അതിനുള്ള പടം ഉണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയാണ്ട്, അതൊക്കെ പറഞ്ഞാൽ സ്പോയിലർ ആവും, കാണുന്നവരുടെ ഫൺ പോവും. അതുകൊണ്ട് ഞാൻ പറയണില്ല, എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. അടുത്ത പടത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും വരാം, കാണാം.